പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മത്സരങ്ങളെ സംബന്ധിച്ചാണ്. വുമൻസ് ഡിവിഷനിൽ നിന്നുള്ള ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈയും റിയ റിപ്ലിയും ടീം ആയിക്കൊണ്ട് റോക്സിനി പെരസ്, ജൂലിയ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഇയോ സ്കൈ റോക്സിനി പെരസിനെതിരെ ഒരു സിംഗിൾസ് മത്സരം കളിച്ചു. ഇതൊരു ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത സിംഗിൾസ് മത്സരമായിരുന്നു. മത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇയോ സ്കൈ തന്നെയാണ് വിജയിച്ചത്. പക്ഷേ ഒരു ഗംഭീര പെർഫോമൻസ് രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും വലിയ ഒരു ആധിപത്യം നേടിയ വിജയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഇയോ സ്കൈ വിജയിച്ചു. മത്സരശേഷം കൈയൊക്കെ കൊടുത്ത് റോക്സിനി പെരസ് ഒരു ബഹുമാനമൊക്കെ കൊടുത്തു എന്ന് നമ്മളെ തോന്നിപ്പിച്ചെങ്കിലും അതൊരു ട്രാപ്പായിരുന്നു. ജൂലിയ പിറകിലൂടെ വന്ന് ഇയോ സ്കൈയെ ആക്രമിച്ചു. പിന്നീട് റോക്സിനി പെരസും കൂടെ ചേർന്നുകൊണ്ട് ഇയോ സ്കൈയെ ഇവർ രണ്ടുപേരും ബ്രൂട്ടലായി ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ റോയിലേക്ക് അടുത്ത ആഴ്ച കൺഫേം ചെയ്തിരിക്കുന്ന മത്സരം ക്രീഡ് ബ്രദേഴ്സ് വേഴ്സസ് വാർ റൈഡേഴ്സ് തമ്മിലുള്ള ഒരു ടാഗ് ടീം മത്സരമാണ്. ഇതുകൂടാതെ കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു സൂപ്പർ മത്സരമാണ്. എജെ സ്റ്റൈൽസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൂടി അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാക്ക്ലാഷ് 2025 പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിരിയോ പെൻഡ എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്യുന്നുണ്ട്. ഈ മത്സരം പ്രഖ്യാപിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം എന്നെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇന്നത്തെ റോ എപ്പിസോഡിൽ പെൻഡ വേഴ്സസ് ജെഡി മെക്ഡൊണാൾഡ് എന്നുള്ള ഒരു മത്സരം കാണാൻ സാധിച്ചു. പതിവ് പോലെ ജഡ്ജ്മെൻറ്റിൻ്റെ ടീം അംഗങ്ങളായ കാർലിറ്റോ, ഫിൻ ബാലർ തുടങ്ങിയവരുടെ ഡിസ്ട്രാക്ഷൻ മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. പക്ഷേ അതും ചാഡ് ഗേബിളിൻ്റെ ഒരു ഇൻ്റർഫിയറൻസും അത് പെൻഡയുടെ പരാജയത്തിലേക്ക് നയിച്ചില്ല. പെൻഡ തന്നെ ജെഡി മെക്ഡൊണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനെ തുടർന്നാണ് ഡൊമിനിക് മെസ്റ്റിരിയോയുടെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പെൻഡയ്ക്ക് കിട്ടിയത്. ഡൊമിനിക് വേഴ്സസ് പെൻഡ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായത്തിൽ ഡൊമിനിക് മെസ്റ്റിരിയോ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. മൂന്നാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിലെ വമ്പൻ സർപ്രൈസിനെ സംബന്ധിച്ചാണ്. സൂപ്പർ താരമായ ഷെയ്മസിൻ്റെ തിരിച്ചുവരവ് നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. ഓസ്റ്റിൻ തിയറിയുടെ മിസ്റ്ററി ഓപ്പോണൻ്റ് ആയിട്ടാണ് ഷെയ്മസ് തിരികെ വന്നത്. കുറച്ചധികം നാളുകൾക്ക് ശേഷമുള്ള ഷെയ്മസിൻ്റെ തിരിച്ചുവരവ് അതിഗംഭീര പെർഫോമൻസോട് കൂടിയുള്ള വിജയവും ഷെയ്മസിനെ സമ്മാനിക്കുന്നുണ്ട്. ഷെയ്മസിൻ്റെ ഈ ഒരു തിരിച്ചുവരവിൽ ഓസ്റ്റിൻ തിയറിക്കെതിരെ വിജയിച്ചു. ഇനി അടുത്തത് മിക്കവാറും ഗ്രേസൺ വോളറിനെതിരെയുള്ള ഒരു മത്സരമായിരിക്കും. അത് വിജയിച്ചു കഴിഞ്ഞാൽ ഡൊമിനിക് മെസ്റ്റിരിയോയെ കൈവശമുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിനെ ഷെയ്മസ് ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡൊമിനിക് മെസ്റ്റിരിയോ ആണ് അപ്പോഴും ചാമ്പ്യൻ എന്നുണ്ടെങ്കിൽ ഷെയ്മസിന് വിജയസാധ്യത ഉണ്ട്. എന്തായാലും ഈ ഒരു വരവിൽ പരിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഷെയ്മസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയിക്കൊണ്ട് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷെയ്മസ് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് ഗുന്തർ എന്ന റെസ്ലറിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചാണ്. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കമൻറ്റേറ്ററായ പാറ്റ് മെക്ഫിക്കെതിരെ സിംഗിൾസ് മത്സരം കളിക്കാൻ പോകുന്ന ഗുന്തർ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റോറി ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്വീകരിക്കുന്നതായി നമുക്കിന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. പാറ്റ് മെക്ഫി അവസാനം പറയുന്നുണ്ട്, നീ സോഫ്റ്റ് ആയിരിക്കുന്നു എന്നുള്ളത്. നിന്നിലെ പഴയ ഒരു തീ ഇപ്പോൾ ഇല്ല എന്നുള്ളത് പാറ്റ് മെക്ഫി പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു തീ മഴ കോരി ചൊഴിയുന്നതാണ് നമുക്ക് ഗുന്തറിൻ്റെ ഭാഗത്ത് നിന്ന് വാക്കുകളിലൂടെ കേൾക്കാൻ സാധിച്ചത്. എന്തായാലും പാറ്റ് മെക്ഫിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അദ്ദേഹത്തെ എന്തായാലും ഒരു നല്ല അടിച്ച് തന്നെയായിരിക്കും ഗുന്തർ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പരാജയപ്പെടുത്താൻ പോകുന്നത്. ഇത്രയും ഒരു തീ ആയിട്ടുള്ള ഗുന്തറിനെയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതേ ഒരു ക്യാരക്ടർ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ കിടിലമായിട്ടുള്ള സ്റ്റോറികൾ ഗുന്തറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. വോൾട്ടർ എന്ന് പറയുന്ന റെസ്ലറിലേക്കുള്ള ഗുന്തറിൻ്റെ ഒരു തിരിച്ചുപോക്ക് ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അഞ്ചാമത്തെ അപ്ഡേറ്റ് റൂസേവിനെ സംബന്ധിച്ചാണ്. റൂസേവ് വേഴ്സസ് ഓട്ടീസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. മത്സരത്തിൽ റൂസേവ് ആണ് വിജയിച്ചത്. റൂസേവ് എന്ന് പറയുന്ന പവർ ഹൗസ് റെസ്ലർ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത് വെളിവാക്കി തരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. റൂസേവ് ചെയ്യുന്ന ഓരോ മൂവ്സും അതിഗംഭീരമായിരുന്നു. കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം റൂസേ കളിക്കുന്ന ആദ്യ റോ എപ്പിസോഡിലെ മത്സരം എന്നുള്ളൊരു പ്രത്യേകത, അദ്ദേഹത്തിന് ആ ഒരു വലിയൊരു വ്യത്യാസം അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. പഴയ ഒരു പവറിൽ തന്നെയാണ് റൂസേവ് ഉണ്ടായത്. റൂസേവ് ആദ്യ സമയത്ത് WWE മെയിൻ റോസ്റ്ററിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ആ ഒരു മത്സരവും
ക്യാരക്ടറും ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് കാണാൻ സാധിച്ചത്. എന്നാലും ആൽഫ അക്കാദമിക്കെതിരെയുള്ള റൂസോവിൻ്റെ സ്റ്റോറി ഇനി തുടർന്നുള്ള ആഴ്ചകളിലും മുന്നോട്ടേക്ക് പോകും എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. ആറാമത്തെ അപ്ഡേറ്റ് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയെ സംബന്ധിച്ചാണ്. വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയിൽ ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന്റിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ചാമ്പ്യനായ ലൈറ വാൽക്കീരിയയും കണ്ടൻഡറായ ബെക്കി ലഞ്ചും തമ്മിൽ വാശിയേറിയ വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം അവസാനം ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഫൈറ്റിലേക്കാണ് എത്തിയത്. ലൈറ വാൽക്കീരിയ സ്റ്റാൻഡിംഗ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ബെക്കി ലഞ്ചിന് വിജയ സാധ്യതയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന്റിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് ഒരിക്കൽ കൂടി അടിവരി ഇടുന്ന ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച് പരാജയപ്പെടുകയാണെങ്കിൽ അത് ബെയ്ലിയുടെ ഒരു തിരിച്ചറിവിലൂടെയായിരിക്കും. ബെക്കി ലഞ്ച് വിജയിക്കുകയാണെങ്കിൽ അത് ക്ലീൻ ആയിട്ടുള്ളൊരു വിജയം ബെക്കി ലഞ്ചിന് നേടിക്കൊടുക്കുകയും ചെയ്യും. ഇതാണ് ആ മത്സരത്തെ സംബന്ധിച്ചുള്ള എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏഴാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച എത്ര കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലെ ചെറിയൊരു മൊമെൻ്റാണ്. റോക്സിനി പെരസ് എന്ന് പറയുന്ന റെസ്ലറുമായിട്ട് ഫിൻ ബാലർ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ചിലപ്പോൾ ലിവ് മോർഗനെ ജഡ്ജ്മെൻ്റ് ഡേ ടീമിൽ നിന്ന് പുറത്താക്കി ആ ഒരു സ്പോട്ടിലേക്ക് റോക്സിനി പെരസിനെ ചേർക്കാനുള്ള പ്ലാനുകൾ ഫിൻ ബാലർ ആരംഭിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ റോക്സിനി പെരസ്, ഫിൻ ബാലർ തുടങ്ങിയവരൊക്കെ ചേർന്ന് പുതിയ ഫാക്ഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ സ്റ്റെപ്പായിരിക്കും ഈ ഒരു ബാക്ക് സ്റ്റേജിലെ സെഗ്മെൻറ്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. ജെ ഊസോയുടെ മെയിൻ ഇവൻറ്റിൻ്റെ മത്സരത്തിന് മുൻപ് ജെ ഊസോയുടെ എൻട്രൻസ് സമയത്തുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് ഈ ഒരു സെഗ്മെൻറ്റ് അവർ ഇൻഡയറക്റ്റായി കാണിച്ചത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചും മെയിൻ ഇവൻറ്റിലെ മത്സരത്തെ സംബന്ധിച്ചുമാണ്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ജെ ഊസോയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ലോഗൻ പോളിനെ അങ്ങോട്ടേക്ക് വെല്ലുവിളിച്ച ജെ ഊസോയ്ക്ക് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പോൾ ഹേമൻ്റെ ഒരു എൻട്രിയാണ് കാണാൻ സാധിച്ചത്. പോൾ ഹേമൻ വന്നിട്ട് ജെ ഊസോ നല്ല കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതും ചാമ്പ്യൻ ആയതിനെ സംബന്ധിച്ചുമൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ ജെ ഊസോ പോൾ ഹേമനോട് പറയുന്നത് തൻ്റെ ഫാമിലിക്ക് എതിരെ, പ്രത്യേകിച്ച് റോമൻ റീൻസ്, CM പങ്ക് തുടങ്ങിയവർക്കെതിരെ പോൾ ഹേമൻ ചെയ്ത ആ ഒരു ചതിയെ സംബന്ധിച്ചാണ്. അതിനുള്ള ഒരു എക്സ്പ്ലനേഷനും പോൾ ഹേമൻ അവിടെ നൽകുന്നുണ്ട്. അതായത് CM പങ്കിന് താൻ കൊടുത്ത ഒരു ഫേവർ അത് റോമൻ റീൻസിന് പേടിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സീക്രട്ട് എല്ലാം താൻ CM പങ്കിലേക്ക് എത്തിക്കുമോ എന്നുള്ളത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് താൻ ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്, താൻ തുടങ്ങി വെച്ചത്, ഇതൊന്നും റോമൻ റീൻസ് ആലോചിക്കാതെ തനിക്കെതിരെ നിൽക്കുകയായിരുന്നു. CM പങ്ക് ആണെങ്കിൽ തൻ്റെയും തൻ്റെ ട്രൈബൽ ചീഫായ റോമൻ റീൻസിൻ്റെയും റിലേഷൻഷിപ്പ് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ഫേവർ മുന്നോട്ടേക്ക് വെച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതുകൊണ്ട് ഞാൻ അവരെ ചതിച്ചു എന്നുള്ളതാണ് പോൾ ഹേമൻ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്. എന്നിട്ട് ടോപ്പിക്കിലേക്ക് വരാം. ജെ ഊസോ, നീ കിടനായിട്ടുള്ള ഒരു ചാമ്പ്യനാണ്, പക്ഷേ നിനക്ക് കൺട്രോളില്ല. കൺട്രോളൊക്കെ ഉള്ളത് അത് മുൻ ചാമ്പ്യനായ സെത്ത് റോളിൻസിനാണ്. അപ്പോൾ സെത്ത് റോളിൻസ് ആണ് വേൾഡ് ചാമ്പ്യൻ ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ സെത്ത് റോളിൻസിന് വേണ്ടി ഞാൻ ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് പ്രഖ്യാപിക്കുകയാണ്. നിനക്ക് സമയവും സന്ദർഭവും തീരുമാനിക്കാമെന്നുള്ളതും പോൾ ഹേമൻ പറയുന്നുണ്ട്. ജെ ഊസോ ആ സമയം തീരുമാനിച്ചത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലായിരുന്നു. അങ്ങനെ മെയിൻ ഇവൻറ്റ് മത്സരം എത്തി. കിടിലമായിട്ടുള്ള ഒരു മെയിൻ ഇവൻറ്റ് മത്സരം. ആ മെയിൻ ഇവൻറ്റ് മത്സരത്തിൽ സെത്ത് റോളിൻസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ബ്രോൺ ബ്രേക്കറുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ബ്രോൺ ബ്രേക്കറിനെ അടിക്കാൻ വേണ്ടി സാമി സെയിൻ്റെ ഒരു വരവ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പക്ഷേ സാമി സെയിനെയും അവസാനം ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്ത് ആക്രമിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് CM പങ്കിൻ്റെ വരവാണ്. അത് ഒരു DQ റിസൾട്ടിലേക്കാണ് മത്സരം കൊണ്ടുപോയത്. സെത്ത് റോളിൻസ് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ വിജയിച്ചു എന്നുണ്ടെങ്കിലും ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ ജെ ഊസോയ്ക്ക് സാധിച്ചു. അതിനുശേഷം CM പങ്ക് സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് ബ്രോൺ ബ്രേക്കറെയും സെത്ത് റോളിൻസിനെയും ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സാമി സെയിൻ അതുപോലെ തന്നെ CM പങ്ക് തുടങ്ങിയവർ ബ്രോൺ ബ്രേക്കർ, സെത്ത് റോളിൻസ് തുടങ്ങിയവർക്കെതിരെ നിൽക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ട് ജെ ഊസോ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ട് റോ എപ്പിസോഡ് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ഒരു ടാഗ് ടീം മത്സരത്തിൻ്റെ സാധ്യതകൾ ഇവിടെയും ഉയർന്നു വരുന്നുണ്ട്. റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.